നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിനും അതുപോലെ തന്നെ ഹിന്ദുത്വ ഫാസിസ്റ്റ് സംഘങ്ങൾക്കും ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളം സമാധാനപൂർണമായ ഒരു നാടാണ്. കേരളത്തില് പൊതുവെ സമാധാനം നിലനിൽക്കുന്ന ഒരു നാട്ടില് ഇതിന്റെ വിത്തുകൾ പാകാൻ കുറെ കാലമായിട്ട് ഇവിടുത്തെ സംഘപരിവാര ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ സംഘപരിവാര ശക്തികൾ പൂർണ്ണ വിജയം നേടാൻ കഴിയാത്തിടത്ത് നമ്മുടെ സർക്കാരിന് ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെയൊക്കെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജാരോപണങ്ങൾ. പോലീസ്, കേരളത്തിന്റെ പോലീസ് അത്ര വർഗീയമാണെന്നും ഞാനൊന്നും ഒരിക്കലും പറയില്ല. വർഗീയമായ ഒരു ചേരിതിരിവ് കേരളത്തിന്റെ പോലീസിന്റെ കാലം വരെ ഉണ്ടായിട്ടുണ്ട് എന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ചിലരെയൊക്കെ അങ്ങനെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വളരെ അടുത്ത നാളുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരം ആളുകളാണ് ബീഭത്സമായ ഭീകരമായ വാർത്തകൾ മാധ്യമങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടുകാരന്റെ വീട്ടിൽ നിന്ന് നീല സീഡി കിട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നാട്ടുകാരെ വിശ്വസിക്കുക എന്ന് അറിയാത്ത വിഡ്ഢിയായിരുന്നു അത്തരം ഒരു വാർത്ത പ്ലാൻ ചെയ്തിട്ടുള്ള IB ഉദ്യോഗസ്ഥൻ. അത് അബ്ദുൽ നാസർ മഅദനിയുടെ അൻവാർശ്ശേരിയിൽ നിന്ന് ഗർഭനിരോധന ഉറകൾ കിട്ടി എന്ന് പ്രചരിപ്പിച്ച അതേ സോഴ്സ് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജനമനസ്സുകളിൽ ഇടം നേടുന്നത് തകർക്കാനായി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടുണ്ടാക്കി. പിന്നെ കിട്ടിയതെന്താ? റെയ്ഡിനിടയിൽ കിട്ടിയിട്ടുള്ളത് ഒരു എയർ ഗൺ. ഈ എയർ ഗൺ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പോലുള്ള ബാലപാഠം അറിയാത്ത ജേർണലിസം കോഴ്സിൽ ഞാൻ പറയുന്നു, മാധ്യമ പ്രവർത്തകരോട് ജേർണലിസം കോഴ്സിൽ അത്തരമൊരു ചില ടെർമിനോളജികളൊന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനമെങ്കിലും മാധ്യമങ്ങളിൽ ഉണ്ടാകുന്നതാണ്. എയർ ഗൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്, റിവോൾവർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, തോക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ബോംബ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, പടക്കം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനമൊക്കെ മാധ്യമങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണെന്നാണ്. എത്ര ഭക്ഷണത്തിലാണ് ഒരു എയർ ഗണ്ണ് കിട്ടിയപ്പോൾ ഭീകരവാദ, അതും വാഗമണ്ണിൽ നിന്ന് ട്രെയിനിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള തരത്തിലുള്ള ഒരു എയർ ഗണ്ണാണ്. ഇവരെങ്ങനെ